ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇത് ഞാൻ വർക്കിന് പോകുമ്പോഴുള്ളൊരു ബാഗാണ്. സാധാരണ വർക്കിന് പോകുന്ന പോലെയല്ല ഇന്ന് പോകുന്നത്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനാണ് പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ബാഗിൽ വെക്കുന്നതെന്ന് കണ്ടോ. അവിടെ സ്റ്റേ ചെയ്യാനുള്ള കാരണം ഇവിടെ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് ട്രെയിനോ ബസ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വർക്കിന് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം ന്യൂ ഇയറിനായിരുന്നു ഷിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്കാക്ക് അന്ന് വർക്കില്ലാത്ത കാരണം ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ക്രിസ്മസിലേക്ക് ഷിഫ്റ്റ് എടുത്തു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അത് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണിച്ചിട്ടുള്ള. അതെല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഈ ഡ്രസ്സൊക്കെ മാറ്റി ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി ജാക്കറ്റ് ഇട്ട് എനിക്ക് പോയാൽ മതി. അപ്പോൾ ഞാനിന്ന് കൊണ്ടുപോകുന്നത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗാണ് ഞാനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് എന്തൊക്കെയാണ് ഇതിൽ വെക്കാന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു സെറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് 24-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും, 25 സ്റ്റേ ചെയ്യും, 26 നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് റൂമിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ടവൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെറ്റ് റൂമിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഷോക്സ് അങ്ങനത്തെയൊക്കെയാണ് എടുത്തുള്ളത്. പിന്നെ ബാക്കി യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റെ വർക്ക് ചെയ്യുന്ന ലോക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ തന്നെ വെക്കുകയാണ്. ഇത് ഞാൻ തൊട്ട് കളിക്കുന്നില്ല. ഇനിയാണ് ഞാൻ എടുത്തിട്ടുള്ള സാധനം. അപ്പോൾ ഞാൻ ബാഗിൽ പാക്ക് ചെയ്തതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പം ഇനി നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതാ അവിടെ എന്തായാലും ഫുഡ് ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ നമുക്ക് ടേസ്റ്റിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഫുഡാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ന്യൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ് ന്യൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്. കപ്പ് ന്യൂഡിൽസ് ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നേ, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇത് ഞാൻ ചിക്കൻ ഫ്ലേവറിലുള്ള ന്യൂഡിൽസ് വാങ്ങിച്ചതാണ്. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഒരു സൂപ്പർ ന്യൂഡിൽസ് വേണ്ടി അങ്ങനെ ഒരു 3 കപ്പ് ന്യൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കപ്പ് ന്യൂഡിൽസ് വെച്ച് കൊടുക്കാം. ഇവിടെ ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ക്ലോസ് ആയിരിക്കും കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഒരു ഡിപ്പ് വരുന്ന, ഇതിനെ എന്ത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു ബൺ ടൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 3 പാക്കറ്റ് അത് എടുത്തിട്ടുണ്ട്. എങ്ങാനും രാത്രിയൊക്കെ വിഷമാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ക്യാൻറ്റീൻ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട്. പിന്നെ ഇതും കേക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഫുള്ളും കഴിക്കണമെന്നൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് ബാഗിൽ എടുത്തിടുന്നേ ഉള്ളൂ. അത്യാവശ്യം നന്നായി യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഫ്രൂട്ട് വെക്കുന്നുണ്ട് ഞാൻ. ഫ്രൂട്ടൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ അവിടെ എപ്പോഴും ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട് എനിക്ക് ഗ്രീൻ ആപ്പിൾ ഇഷ്ടമല്ല. അപ്പം ഞാൻ റെഡ് ആപ്പിൾ ഇവിടെ നിന്ന് എടുത്ത് പോവാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിഫിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ടിഫിന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബാഗിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ എൻ്റെ ബാഗ് ഫുള്ളായി.
ഇനി വെക്കാൻ പോകുന്നതാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. സാനിറ്ററി പാഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെക്കുന്നുണ്ട്. അത് ഞാൻ വേറെ സിപ്പിലേക്ക്. പിന്നെ ഒരു വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് ക്രീം. ഇത് ഞാൻ ഇതുപോലത്തെ ഒരു പൗച്ചിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഒരു ഹാൻഡ് ക്രീം. പിന്നെ എൻ്റെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും. പിന്നെ പാരസെറ്റമോളും അതുപോലെ നമ്മൾ ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ. പാരസെറ്റമോൾ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് ബണ്ണ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൺമഷി കാജൽ. പിന്നെ ഒരു സീറം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടത്. ഫേസ് വാഷും കൂടെ വെക്കാം. പിന്നെ എൻ്റെ ടൂത്ത് ബ്രഷ്. പിന്നെ ഒരു ബോഡി മിസ്റ്റ് എടുക്കുന്നുണ്ട്. ഡിയോഡർ. പിന്നെ ഒരു മിറർ കേട്ടോ. പിന്നെ ഒരു പേസ്റ്റ് എടുക്കുന്നുണ്ട്. പേസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടാവും എന്നെൻ്റെ വിശ്വാസമാണ്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കേണ്ടല്ലോ. അപ്പോൾ അതുകൂടി എടുത്തിട്ട് വെക്കാണ്. പിന്നെ എൻ്റെ ഐ ഡി കാർഡ് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ എടുക്കുന്നത് ഹെഡ്സെറ്റ് ആണ്. പിന്നെ എൻ്റെ സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കോമ്പ്. പിന്നെ ഞാൻ എടുത്തു വെക്കുന്നത് മെയിൻ ആയിട്ടുള്ള ചാർജർ ഇല്ലെങ്കിൽ പണി തീരും. അപ്പോൾ ചാർജർ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പവർ ബാങ്കും ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ അത്ര ഓർഡർ ആയിട്ടൊന്നുമല്ല ഇതൊന്നും വെക്കുന്നത്. അങ്ങോട്ട് ഇട്ട് പോവാണേ. 2 ദിവസത്തിനല്ലേ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് കേട്ടോ. പിന്നെ ബാങ്ക് കാർഡ് അത് ഞാൻ എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിലാണ് വെക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് ടാപ്പ് ചെയ്യണമല്ലോ കാർഡ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2 ദിവസത്തേക്കുള്ള ബാഗാണ് കേട്ടത്. ഇത്ര എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഇരിക്കട്ടെ, നമുക്ക് വേസ്റ്റ് ആവുന്നില്ലല്ലോ. സാധനം പറ്റില്ലേ തിരിച്ചു കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബാഗിലുള്ളത്. പിന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഉറപ്പില്ല, പറ്റുകയാണെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഉറപ്പില്ല, എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ട് ഇടും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനി റൂം ടൂർ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് റൂം ടൂർ കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂമിൻ്റെ കീ കിട്ടി കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം. അത്യാവശ്യം വലിയ റൂമാണ്. എൻ്റെ കൂടെ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ട് ഈ റൂമിൽ. അപ്പോൾ അവളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ വ്ളോഗിൽ. ഞങ്ങളാകെ പാടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചിട്ട് എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നും അറിയൊന്നുമില്ല. നല്ല വലിയ റൂമാണ്. കിച്ചൺ ഏരിയ ഉണ്ട്. പിന്നെ എന്താ പറയുക, സോഫ ഉണ്ട്. ഇതാണ് ബെഡ്. പിന്നെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഹോട്ടലാണ് കേട്ടോ. ഇവരുടെ തന്നെ ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് ഈ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്താ നോർമൽ ഫോണുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. പിന്നെ അത് കിച്ചൺ ഏരിയ ഉണ്ട്. കിച്ചൺ ഏരിയയിൽ കുക്കീസ് ഉണ്ട്, പിന്നെ മിൽക്ക് ഉണ്ട്, ടീ ബാഗ് ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ വെള്ളം ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് കിച്ചണിലുള്ളത്. പിന്നെ വാർഡ്രോബിൽ നമുക്ക് ഡ്രസ്സ് ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഡ്രയർ ഉണ്ട്, ലോണ്ട്രി ബാഗ്, അതുപോലെ തന്നെ അയൺ ബോക്സ്, അയൺ ചെയ്യുന്ന ടേബിളുണ്ട്.
ഇത്രയൊക്കെയാണ്. പിന്നെ ഇത് വാഷ്റൂം, ഷവർ ഏരിയയും ബാത്ത് ടബും ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.